ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ മാത്യു അഗസ്റ്റിൻ സാർ, നമ്മുടെ എംഎൽഎമാരായ കോവൂർ കുഞ്ഞുമോനങ്ങൾ, CR മഹേശൻ പോയി. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ആദരണീയരായ ഗുരുനാഥരെ, എല്ലാവർക്കും നമസ്കാരം. അഖിലേന്ത്യ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന ഗുരുശ്രേഷ്ഠരെ ആദരിക്കുന്ന ഈ വേദിയിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. അതിനാദ്യം തന്നെ ഇതിൻ്റെ സംഘാടകരോട്, പ്രത്യേകിച്ച് സദാശിവപിള്ള സാറിനോടും നന്ദി അറിയിക്കുകയാണ്. പക്ഷേ ഞാനിവിടെ വന്ന് ഇവരോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ തന്നെ നാട്ടിലേക്ക് എനിക്കൊരു പേരുണ്ട്, കുഞ്ഞുവായിൽ വലിയ വർത്തമാനം പറയുന്ന അധിക പ്രസംഗി എന്നൊക്കെ. സാധാരണയായി ഞാൻ കൂടുതലും ഈ കുട്ടികളുടെ പ്രോഗ്രാമിനാണ് പോകാറുള്ളത്. അവർക്ക് ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനൊക്കെ ആയി അവിടെ ഇത്തിരി വലിയ വർത്തമാനം പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പോ എന്നെക്കാട്ടിൽ അറിവും അനുഭവമുള്ള ഗുരുശ്രേഷ്ഠരോട് ഞാൻ എന്താ പറയാ? എല്ലാം ഈ സദാശിവപിള്ള സാർ ഒപ്പിച്ച പണിയാട്ടോ. 3 ഫ്ലെക്സ് അങ്ങ് അടിച്ചു വെച്ചു. പിന്നെ വരാതിരിക്കാൻ പറ്റൂ? പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എനിക്ക് കിട്ടുമല്ലോ, അത് മാത്രം പ്രതീക്ഷിച്ചാൽ ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആശാൻ പഠിപ്പിച്ചിട്ടുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തണം. എനിക്ക് 3-4 ആശാന്മാരുണ്ട് കേട്ടോ. അതിലൊരാശാനാണ് VK സുരേഷ് ബാബു സാറ്. അപ്പോൾ സാറിനെ പറയാം. സാറ് കണ്ണൂറുകാരനാണ്, നല്ല പ്രഭാഷകനാണ്. അപ്പോൾ ഞാൻ സാറിനെ പറയാം. മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഈ ടീച്ചേഴ്സ് റിട്ടയർ ആയവരാണോ? ആകരുത്, ഒരിക്കലും റിട്ടേൺ ആകരുത്. നമ്മുടെ സാറ് റിട്ടയർ അല്ലേ, സദാശിവപിള്ള സാറ്. പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ, ആ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. അതാണ് നമുക്കിടുന്ന വയസ്സാണ് നമ്മുടെ വയസ്സ്. പക്ഷെ സാറ് റിട്ടയർ ആയെങ്കിലും എന്നും എപ്പോഴും എന്ത് കാര്യത്തിനും ആക്റ്റീവാണ്. മാത്രമല്ല ഒരു നല്ല മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒക്കെ കിട്ടിയത്. കാരണം ഒരു നല്ല മനുഷ്യനെ ഒരു നല്ല അധ്യാപകനാകാൻ പറ്റും, ഒരു നല്ല മനുഷ്യനെ നല്ല ഡോക്ടർ ആകാൻ പറ്റും, നല്ല എഞ്ചിനീയർ ആകാൻ പറ്റും, നല്ല കളക്ടർ ആകാൻ പറ്റും, നല്ല MLAയും MP-യും മന്ത്രിയും ഒക്കെ ആകാൻ പറ്റും. അപ്പോൾ ഇന്നിവിടെ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന എല്ലാ നല്ല മനുഷ്യർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അധ്യാപകനാകുന്നത് എപ്പോഴാണ്? അധ്യാപകൻ അറിയുന്നത് മാത്രം കൂട്ടി പഠിക്കുമ്പോൾ ആ അധ്യാപകൻ പരാജയമാണ്. അധ്യാപകനേക്കാൾ അതിയാപനം നടത്തുന്ന കുട്ടി. അത് എന്ന് പറഞ്ഞാൽ കൂടുതലെന്നല്ലേ? അതിവർഷം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഫെബ്രുവരി 29 വരുന്നതാണ് അതിവർഷം, ഒരു ദിവസം കൂടുതലുള്ളത്. അപ്പോൾ അതി എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നാണ്. യാതകൻ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ, യാനം നടത്താൻ പ്രേരിപ്പിക്കുന്നവനെയാണ് യാപകൻ എന്ന് പറയാം. അതിയാപകൻ, അതാണ് അധ്യാപകൻ, കൂടുതൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ മാഷ് പറയുന്നത് മാത്രം പഠിക്കുന്നതല്ല. മാഷ് പറഞ്ഞ കണക്ക് തെറ്റാണെന്ന് പറഞ്ഞാലാണ് ലോകത്തെ ഏറ്റവും
വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോ പാഠപുസ്തകങ്ങൾക്കപ്പുറം യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരെയാണ് അധ്യാപകൻ എന്ന് പറയാം. ഇന്ന് 1 മണിക്കൂർ ഒരു അധ്യാപകൻ പഠിപ്പിക്കണമെങ്കിൽ ആ അധ്യാപകൻ 2 മണിക്കൂർ പഠിച്ചിരിക്കണം. അങ്ങനെ ഒരുപാട് റഫർ ചെയ്തും പാഠപുസ്തകങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും അതെല്ലാം ഹൃദയത്തിന്റെ ഭാഗമായി കുട്ടികളോട് ഇടപഴകി അവരെ കണ്ടും കേട്ടും അങ്ങനെ അറിവ് കൊണ്ടും അനുഭവം കൊണ്ടും പൂർണ്ണതയിൽ എത്തി നിൽക്കുമ്പോൾ വീട്ടിൽ പോയിടുമെന്ന് പറയാം. അതിനെയാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അല്ലേ? അതെ. ഒരു കുടത്തിൽ വെള്ളം നിറയുന്നത് വരെ ഗുളുഗുളു എന്ന ശബ്ദം ഉണ്ടാകും. അത് ആ കുടം നിറഞ്ഞ് നിറകുളമായാൽ പിന്നെ അനക്കമില്ല. അതുപോലെയാണ് നമ്മുടെ രാജ്യത്തെ നിയമം. അതനുസരിച്ചേ പറ്റൂ. എത്രയിലാ റിട്ടയർ ആവുന്നത്? 56 വയസ്സിൽ പിരിഞ്ഞേ പറ്റും. അപ്പോ അതുകൊണ്ട് ഗുരുശ്രേഷ്ഠരോട് ഒരു അപേക്ഷ മാത്രം നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുകയാണ്. നിങ്ങളുടെ ഈ എനർജി, നിങ്ങളുടെ പക്വമായ ഈ എനർജി ഇത് വേസ്റ്റായി പോകരുത്. റിട്ടയറായി നല്ല അധ്യാപകനുള്ള അവാർഡുമൊക്കെ വാങ്ങി വീട്ടിലെ ഷോക്കേസിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഏതെങ്കിലും അമ്പല കമ്മിറ്റിയോടോ പള്ളി കമ്മിറ്റിയോടോ പ്രസിഡന്റ് ആയിരുന്ന് നമ്മുടെ ജീവിതം തീർക്കരുത്. നിങ്ങളുടെ നിഘണ്ടുവിൽ വിശ്രമ ജീവിതം എന്ന വാക്ക് വരാനേ പാടില്ല. വിശ്രമ ജീവിതത്തിലെ വീക്ക് പകരം പരി എന്ന് ചേർക്കണം. വീ വെട്ടിട്ട് പരി എന്ന് ചേർക്കണം. പരിശ്രമ ജീവിതം. മരണം വരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അത് കായികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഈ പരിശ്രമം നിങ്ങൾ തുടരുക. ഞാൻ ഉൾപ്പെടുന്ന തലമുറയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ഓക്കേ? നമ്മുടെ നാട്ടിലെ കുട്ടികൾ, അത് നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളാണെന്ന് നോക്കണ്ട, നിങ്ങൾ അറ്റൻഡൻസ് വിളിച്ച കുട്ടികളാണെന്ന് നോക്കണ്ട. നമ്മുടെ നാട്ടിലെ കുട്ടികൾ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾ, അവരെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അവരൊരു മൃഗം കടിച്ച് കാർന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരം എന്ന മൃഗം. അവരുടെ മനസ്സ് ഉറങ്ങുകയാണ്. അപ്പോൾ അവരെ തട്ടി ഉണർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളല്ലാതെ വേറെ ആരാണ്? ഒരു 16-കാരൻ തന്റെ കൂടെ പഠിക്കുന്ന സഹപാഠിയായ 14-കാരിയെ ക്രൂരമായി കൊല ചെയ്യുന്നു. 10ാം ക്ലാസ്സിലും +2ലും പഠിക്കുന്ന സുഹൃത്തുക്കൾ കൂട്ടം ചേർന്ന് അതേ സ്കൂളിലെ വിദ്യാർത്ഥിയെ തല്ലിക്കൊല്ലുന്നു. എന്തേ കാരണം? നമ്മുടെ സ്കൂളുകൾ സ്മാർട്ടാണ്. പഠന നിലവാരം വർദ്ധിക്കുന്നു. അതുപോലെ ചർച്ചുകളും പള്ളികളും ദേവാലയങ്ങളുമെല്ലാം മനോഹരമാകും. എന്നിട്ടും എന്തേ ഇങ്ങനെ? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ഇല്ലുമിനാട്ടി. നമ്മുടെ പുരാണങ്ങളിൽ അസുരന്മാരും ഇബ്ലീസെല്ലാം ചോര കുടിച്ചെന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഒരു കുംഭകർണ്ണനും കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ
പ്രിയപ്പെട്ടവരെ, നമ്മുടേതായ ഒരു പങ്ക്. ഒരു കുയിലിനെ രേഖപ്പെടുത്താൻ ഒരു കൂവൽ മതി. ഇവിടെ ഞാനുണ്ടെന്നറിയിക്കാൻ ഒരു കൂവൽ മാത്രം മതി. പക്ഷേ നമുക്കത് പോരാ. നമുക്ക് ബുദ്ധിമണ്ഡലം കൊണ്ട് കുറേ ദൗത്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ കുറേ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. രാജ്യത്തിനും സമൂഹത്തിലും നമ്മുടേതായ അടയാളങ്ങൾ ഉണ്ടാകട്ടെ. നാളെയുടെ പ്രതീക്ഷകളെ വളർന്നു വരുന്ന ഞാൻ ഉൾപ്പെടുന്ന തലമുറയ്ക്ക് ഇനിയും ദിശാബോധം നൽകാൻ, വഴിവിളക്കാകാൻ നിങ്ങളുടെ ശിഷ്ടജീവിതം ധന്യമാകട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ വല്ല അബദ്ധവും വന്നുപോയെങ്കിൽ മാപ്പാക്കണം എന്നും കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.